ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഓണമായിട്ട് നമുക്ക് 2-3 തരം അച്ചാർ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലിന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ ആയിട്ട് ഇടാം. അച്ചാറുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ രീതി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കും. എനിക്ക് ഈ കട്ടിംഗ് ട്രേയിൽ വെച്ചൊന്നും അരിയാൻ അറിയത്തില്ല. ഞാൻ കൈയോറയിട്ടാണ് എല്ലാ പച്ചക്കറി അരിയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മൊത്തം മാങ്ങയും ഇങ്ങനെ അരിഞ്ഞെടുത്തു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 വലിയ പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തു. 4-5 അല്ലി വെളുത്തുള്ളി അതും വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടു. ഉപ്പ് എൻ്റെ ഒരു കൈയളവാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചിരിക്കണം. ആ സമയത്ത് ഇത് നന്നായിട്ട് എല്ലാത്തിലും ഉപ്പും മുളകൊക്കെ പിടിക്കും. അതിന് ശേഷം സ്റ്റൗ ഓണാക്കി അതിലോട്ട് പാത്രം വെച്ചു. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എല്ലാ അച്ചാറിനും ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് അച്ചാറായതുകൊണ്ട്. അതിലോട്ട് കടുക് ഇട്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി വറ്റൽ മുളകും കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫാക്കും. സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ നിറച്ചാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എരിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫാക്കിയിട്ടാണ് വഴറ്റുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം. ആ വെള്ളം ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇതിൽ വേറെ ഒരു പണിയില്ല, സിമ്പിളാണ്. പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് മാങ്ങ കറി ഉണ്ടാക്കിയെടുക്കാം. അതിലോട്ട് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ സ്റ്റൗ ഒന്നും ഓണാക്കിയിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ്. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ എൻ്റെ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. കുറേ നാൾ ഞാൻ വീഡിയോ ഇട്ടില്ല, അത് എങ്ങനെയൊക്കെയോ അങ്ങ് നീണ്ടു പോയി. ഇനി തുടർന്ന് നിങ്ങൾ നല്ലതായിട്ട് എന്നെ പ്രോത്സാഹിക്കണം. എനിക്ക് വീഡിയോ ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇനി എന്തായാലും ഒരു 2 വർഷത്തെ ഗ്യാപ്പൊക്കെ വന്നായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു നിങ്ങളും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും കേരളം ഒട്ടുമുള്ള മലയാളികൾക്കെല്ലാം ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷവും സമൃദ്ധമായിട്ട് ഓണം ആഘോഷിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.